പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതല്ല കേട്ടോ, അതിന് മുന്നത്തെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വിളിക്കണമെന്നുണ്ടായിരുന്നു ആദ്യം മുതലേ. പക്ഷെ അത് 2 മന്തുകളായതുകൊണ്ട് ബാറ്ററിയിലൊന്നും ചാർജ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒന്നിനും സമയം കിട്ടില്ല. പാക്ക് ചെയ്യാനും ഒരു ലോഡ് സാധനങ്ങളും ഒക്കെ പാടിട്ട് പെട്ടെന്ന് കയറലും വരലും ഒക്കെ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഹൗറയിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഷാലിമാർ എന്നുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇനി ഇവിടുന്ന് നമുക്ക് നാട്ടിലേക്കുള്ള ട്രെയിൻ. അതായത് ഞങ്ങൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹൗറയിലേക്ക് ട്രെയിൻ വഴി എത്തി. എന്നിട്ട് അവിടുന്ന് ഒരു കാറ് വിളിച്ച് ഇപ്പൊ ഇവിടെ വന്നിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ആള് നല്ലോണം ചാടിക്കളിയൊക്കെ ആയിരുന്നു നമ്മളെ കുഞ്ഞുവാവ. പിന്നെ കുറച്ചു നേരം നമ്മൾ വെള്ളമെല്ലാം കുടിച്ച് പതുക്കെ റിലാക്സ് ചെയ്ത് അങ്ങനെ പോകും. ആ ട്രെയിനിലാണെങ്കിൽ 2 മണിക്കൂർ ജേണി ആയിരുന്നു, അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ കുറച്ച് ബാത്റൂമിലേക്കായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും അങ്ങനെയൊക്കെ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ കൊൽക്കത്തയിൽ നിന്ന് ഹൗറയിൽ നിന്ന് ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറുകാരോട് ആദ്യമേ പറഞ്ഞു പതുക്കെ പോയാൽ ഒരു തിരക്കില്ല എന്ന് പറഞ്ഞിട്ട് പതുക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ഹൗറ കുറച്ച് വലുതാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഓലയാണ് ബുക്ക് ചെയ്ത് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് കുറേ ദൂരം ഉണ്ടായിരുന്നു. ഞാനിതേ ഈ കാണുന്ന 2 ബാഗുമാണ് ഞാൻ കയ്യിൽ വെച്ചേക്കുന്നത്, ചെറിയ 2 ബാഗ്. അതായത് ഒന്ന് ക്യാമറ ബാഗും ഒന്ന് പിന്നെ ഞങ്ങളുടെ ഈ സ്നാക്സ്, അത് ഞാൻ സൂക്ഷിക്കും. സ്നാക്സ് അതുപോലെ ചാർജർ ഐറ്റംസ്. സത്യം പറഞ്ഞാൽ കനല്ലാത്ത ബാഗ് ഉള്ളിടത്താണ് ഒരു വലിയ ട്രോളി. ആ കാണുന്ന 2 ട്രോളി, ഒരു ട്രോളി നമ്മുടെ കൂടെ ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ആ ചേട്ടൻ്റെയാണ്. മറ്റേ ട്രോളി ഞങ്ങളുടെയാണ്. ഷോൾഡറൊക്കെ വേദനിക്കുന്നുണ്ട്. ഈ ട്രെയിന് 12:30. ഈ ട്രോളി അല്ലാണ്ട് 2 വലിയ ബാഗ്. ഇനി ഞങ്ങൾ ട്രെയിന് 12:30. ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങളെ ജേണി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയണം അല്ലേ. 7 മണിയായിട്ടേ ഉള്ളൂ. ഇനി 12 മണി വരെ കട്ട പോസ്റ്റാണ്. എന്തെങ്കിലും കാണിച്ച് ടൈം പാസ് ചെയ്യണം. അത് ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ചോറ്, ചിക്കൻ കറി, ബീട്രൂട്ട് ഉപ്പേരി. ഇനി അതൊക്കെ കഴിച്ച് ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് ഇനി രാത്രി ഒരു വീഡിയോയും ഇല്ല. ഞങ്ങൾ നേരെ രാവിലെ എണീറ്റിട്ട് എനിക്ക് വയ്യ കയറിയ കിടക്കുക. ഇപ്പോ ചിരിയും കളിയൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നറിയില്ല. കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതായത് ട്രെയിനിലിരിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കണ്ടിന്യൂസ് ആയി ഇരിക്കാണ്ടിരുന്നാൽ മതി. കിടക്കുക, അതുപോലെ ഇരിക്കുക, കുറച്ച് നേരം നടക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുക, അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരുന്നാൽ മതി. അതുപോലെ ലഗേജ് എടുക്കുക, അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് പോവാം. അപ്പോൾ നമ്മൾ ബാക്കി വീഡിയോസൊക്കെ ട്രെയിനിലെ വീഡിയോസൊക്കെ ഇട്ട് തരാം. ട്രെയിൻ കാത്ത് ഒരാളിവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. വീട്ടിലെത്തി എപ്പോൾ കിടന്നുറങ്ങിയതാ? കിടന്നു സാരല്ല. നല്ല ടയേർഡായില്ലേ? സാരല്ല, കിടന്നു. ഒരാളിത് ഇവിടെ ഫാനുണ്ട്, ആ ഫാനിൻ്റെ ചോട്ടിൽ വന്ന് കിടന്നോ. അപ്പോൾ അത് സമയം 10:30 ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. പോലെ വാ കയറ്. എന്നാ शालीमार नागरकोइल गुरुदेव सुपरफास्ट एक्सप्रेस अपने निर्धारित समय रात 11:50 पर प्लेटफॉर्म क्रमांक 1 से छूटेगी. For the kind attention of the passengers, train number 12660 up Shalimar Nagercoil Gurudev Superfast Express will depart at its scheduled time. അപ്പോൾ ഞങ്ങളത് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. ഒരാൾ നല്ല ടയേർഡായി. ഇതിൻ്റെ അടുത്തൊരു കോമഡി ഉണ്ടായി. ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ബാഗ് എടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഞങ്ങളൊരു ഗ്ലാസ് വെച്ചിരുന്നു, അത് പൊട്ടി. അത് ഇയാളെ കയ്യിൽ തട്ടി ചെറുതായിട്ട് ബ്ലഡ് വന്നിരുന്നു. അപ്പോൾ അവൻ നിന്നു. പിന്നെ ട്രെയിൻ എടുക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ് ഞങ്ങളിതിൽ കയറി ഇരിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴാണ് ഫാനൊക്കെ ഓണായത്.
സത്യം പറഞ്ഞാൽ നല്ല ചൂടാണ്. ഞങ്ങൾക്ക് എങ്ങനെയൊന്ന് കടന്ന് കിട്ടിയാൽ മതി, AC ഒന്ന് ഓണായിട്ട് കടന്ന് കിട്ടിയാൽ മതി. കുഴപ്പമൊന്നുമില്ല അല്ലേ? ബാത്റൂം ഒന്നും വൃത്തിയിലൊരു പഴയ ട്രെയിനാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അല്ലേ? ഞങ്ങളെല്ലാം 2 സീറ്റും പൊക്കി താഴെ കിടക്കാനുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കി വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നേരെ കിടക്കുക, രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അല്ലേ? അപ്പോൾ ഞങ്ങൾ രാവിലത്തെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പം നല്ല ടയർഡായി, ഞങ്ങൾ കിടന്ന് കിട്ടിയാൽ മതി. എന്നായി ഇതുവരെ ഞാൻ അവിടെ കിടന്നുറങ്ങിയതുകൊണ്ട് ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നിനി ഞാൻ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ശരിയെന്നാ. ഉച്ചയ്ക്ക് 12 മണിയിൽ ഒരാൾക്കാണ് കിടക്കുക. ഇനി എപ്പോഴാണ് ബാത്റൂം പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ട്രെയിനിൽ ബാത്റൂം പോകാൻ കറണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ച് വൈകുന്നേരം ഒരു ചായയും അതുപോലെ ബിസ്ക്കറ്റും കാര്യങ്ങളെല്ലാം കഴിച്ചു. ആളിപ്പോൾ കിടക്കുകയാണ്. ഇനി നാളെ ഇനിയൊരു 8 മണിയാകുമ്പോൾ വിജയവാഡ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ മറ്റേ ബിനോയ് എന്ന് പറഞ്ഞ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവനും കൂടി ചേർത്ത് ഞങ്ങൾ 2 ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ 3 ആളും പാടെ കഴിക്കാനുള്ള പ്ലാനിൽ. അതിനൊരു 8 മണിയാകുമ്പോൾ വിജയവാഡയിൽ എത്തും. ഇനി അത് വാങ്ങി കഴിക്കണം. പിന്നെ കുഴപ്പമൊന്നുമില്ല, ട്രെയിനിൽ അത്ര തിരക്കും കാര്യമൊന്നുമില്ല. പിന്നെ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. ആൾ ഉച്ചയ്ക്ക് ഒന്ന് എണീറ്റ് കുറേ നേരമൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ പറഞ്ഞ് കിടക്കാന്ന് പറഞ്ഞു. ഒന്നാമത് വണ്ടി കയറുന്നത് പോലെ കുറച്ചൊക്കെ ഇങ്ങനെ കുലുങ്ങലുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിൽ നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇരുന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനടുത്ത് പറഞ്ഞു നീ മാക്സിമം കിടക്കാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളെ കിടത്തിയിരിക്കുകയാണ് ഞാൻ കുറച്ച് നേരം. സത്യം പറഞ്ഞാൽ ഈ ഗർഭിണിയൊക്കെ ആയിരിക്കുമ്പോൾ അങ്ങനെ ട്രെയിനിൽ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഫ്ലൈറ്റിന് ഈ സമയത്ത് കയറ്റൂല. പിന്നെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിനാണ്. അപ്പം അങ്ങനെ നമ്മൾ ട്രെയിൻ എടുത്ത് വന്നതാണ്. കാണിച്ച ഒരാളുകളെല്ലാം കിടക്കണം. നമ്മളവിടെ പൊതിച്ചു മൂടി കിടക്കുകയാണ്. പിന്നെ ഇതിനിടയിൽ ഞാൻ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു, വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ. അതിന് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമായിരുന്നു കഴിച്ച്. ചപ്പാത്തിയും പനീർ മസാല നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഇതുവരെയായിട്ടൊക്കെ ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ഇരുത്താണ് പ്രശ്നം. ഇപ്പം എന്തായാലും നാളെ 11 മണിയാകുമ്പോൾ പാലക്കാട് എത്തുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യണം എന്തായാലും. ഞാൻ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ആളെ എണീപ്പിച്ചിട്ട് ഞാൻ വീഡിയോയിൽ എങ്ങനെയും ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ആൾ പെട്ടെന്ന് കിടന്നുറങ്ങിപ്പോൾ. അപ്പോൾ അതായത് കഴിക്കണം ഭക്ഷണമൊക്കെ നമുക്ക് സമയം 1:30 രാത്രി സമയത്ത് വരികയും ചെയ്യുന്നു. അപ്പോൾ വീഴുനഗരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആന്ധ്രാപ്രദേശിൽ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ നടത്തുന്ന ഒരാൾ ഭക്ഷണമൊക്കെ എടുത്ത് നിൽക്കുന്ന തിരക്കിലാണ്. ചെറിയ ചപ്പാത്തിയാണ് ബട്ടർ റൊട്ടി അല്ല, ഇത് ഞാൻ അത് തൽക്കാലം ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യും. ഇവനെ കൊണ്ട് എന്ത് പരിപാടിക്ക് പോയാലും ഇതന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, നമ്മളൊരു രാവിലത്തെ കറിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കറിയും കൂടി വെച്ചാൽ മതി. അത് ഞാൻ വെച്ചിട്ടുണ്ട്, ബാഗിൽ വെച്ചിട്ട് ഞാൻ എടുത്ത് തരാം.
ഇതെന്ത് കറിയാട്ടാ? ഇതെന്ത് കറിയാണ്? അത് ബട്ടർ പനീർ. ഇത് രാവിലെ ഞങ്ങൾക്ക് ഉപ്മാവിൻ്റെ കൂടെ തന്ന സാമ്പാർ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ എടുത്തു വെച്ചു. സാമ്പാറല്ല ഊട്ടി, സാമ്പാറില്ല, അതൊരു കടലക്കറി. കടലക്കറി പൊട്ടിക്ക് ആദ്യം അത് ഒഴിക്കാം, അത് കഴിഞ്ഞിട്ട് ഇത് നോക്കി നോക്ക്, ബട്ടർ നോക്കി നോക്ക്. ഒരാള് തടി കുറയ്ക്കാന്ന് കേട്ടോ, തടി കുറയ്ക്കുന്ന ആളാണ്. നാട്ടിൽ പോയിട്ട് വേണം ബീഫ് ബിരിയാണി കഴിക്കാൻ, ബീഫ് ഫ്രൈ കഴിക്കാൻ. ഇവള് പാലക്കാട് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ മലപ്പുറത്ത് എത്തുന്നതിൻ്റെ ഉള്ളിൽ ഇവള് അത് വാങ്ങിയിരിക്കും. എപ്പോ കിടന്നത് അറിയില്ലേ? അപ്പൊ കുട്ടിക്ക് നിവൃത്തിയില്ലാത്തോണ്ടാണ്. ആ കവറയുടെ വേസ്റ്റ് ഉണ്ട്, കറി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മറ്റേ കറിക്ക് വേസ്റ്റ് ആണെന്ന് തോന്നുന്നു. അല്ലേ വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണം വന്നു, അത് ഞാൻ ടേസ്റ്റ് ചെയ്തു. ഇപ്പം നീ പ്രഗ്നൻ്റ്, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഈ ആളുകൾ ചോദിച്ചിട്ടുണ്ടാവും. അത്ര വലിയ ഇതൊന്നും വേണ്ട, അവനുണ്ടാക്കിയ ഫുഡൊന്നുമല്ല. ഇതിപ്പോ എവിടെ എത്തിയിട്ടുണ്ട്, ട്രെയിനിങ്ങിന് പോയിക്കൊണ്ട്. താങ്കൾ കഴിച്ചോളൂ. ഇതില് ബട്ടറില്ല. കുഴപ്പമില്ലല്ലോ. അടുത്ത റൗണ്ട് കഴിക്കപ്പെടും. നമ്മൾ വിശാഖപട്ടണത്ത് എത്തിയപ്പോൾ പഴവും അതുപോലെ ഉഴുന്നുവടയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. ഇവിടെ എല്ലാവരും വാങ്ങിയിട്ടിരിക്കും. ഇത് രാവിലെ ഒരാൾക്ക് കൊണ്ടുപോയി സമൂസയാണ്. ഇതിപ്പോൾ എന്നോട് ഇടിപ്പിച്ചതാണ് ബാഗിൽ നിന്ന് പുറത്തേക്ക് കഴിക്കാൻ വേണ്ടി. എനിക്കൊന്നും മടയൊന്നും കഴിക്കില്ല, ഡയറ്റിലാണ്. ഐസ്ക്രീം ഷുഗറാണ്, ഷുഗർ ഞാൻ കിടക്കട്ടെ മണി, എനിക്ക് കിടക്കാനുള്ള സമയം. ഒരു പഴം ടേസ്റ്റ് നോക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ. ഇതാണ് നമ്മളെ കൂടെ നേരത്തെ പറഞ്ഞ ചേട്ടൻ ബിനോ എന്ന് പറയും. സമൂസ വാങ്ങാന്ന് പറഞ്ഞ് പോയിട്ട് പഴം അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ എത്തും. അതേതാ അടുത്ത സ്റ്റേഷൻ? അടുത്ത് കഴിഞ്ഞോ ഓട്ടോ വിജയവാഡ. ഇതിന്റെ പേരിപ്പോ ഞാൻ എന്താ പറയുക, ഇത് ബോണ്ട അല്ല കേട്ടോ, ഇതിന് മസാല ഒന്നുമില്ല. നല്ല രീതിക്ക് വീട്ടിലൊന്നും എത്തിയിട്ടു പഴമാണ് ഏറ്റവും നല്ലത്. വൈകുന്നേരം 8 മണിയായപ്പോൾ ഒരാൾ എണീറ്റിട്ടുണ്ട്. എത്ര മണി? 8 മണി. എന്താണ് 7:30 മണി ഒരാൾ എണീറ്റിട്ടുണ്ട്. എന്നിട്ട് കഴിക്കാൻ കണ്ടപ്പോൾ മണത്തറിഞ്ഞ് എണീറ്റാണ് തോന്നുന്നു. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി നാളെ ഉച്ച വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം. അത് കഴിഞ്ഞ് നമ്മൾ പാലക്കാട് ഇറങ്ങും. സത്യം പറഞ്ഞ കഷ്ടപ്പാടിക്കാണ് ഈ പന്നിനെ തിരിഞ്ഞ് കിടക്കാൻ, മലർന്ന് കിടക്കാൻ സമ്മതിക്കില്ല. അത് നോക്കിയിരിക്കണം. ഉറങ്ങിയിട്ട് തന്നെ ബാത്റൂം പോകുമ്പോൾ പിന്നാലെ പോണം ഞാൻ. ആ കഴിക്കില്ല, ഇത് കളിച്ച് കംപ്ലീറ്റ് ആക്കട്ടെ. അടുത്ത 8 മണിക്ക് വരാൻ സമയം 9:30. കഴിക്കുന്ന ഭക്ഷണം തന്നു. ഞാൻ എൻ്റെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. ബിരിയാണി എത്തിയിട്ടുണ്ട്. തുറന്നു നോക്കിയാൽ അറിവിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഇത് വിശാഖപട്ടണം, വിജയവാഡ. വിജയവാഡന്നാണ് നമ്മൾ ബിരിയാണി വാങ്ങിയത്. വിജയവാഡയിൽ നിന്നല്ലാണ് ബിരിയാണി. ഞങ്ങൾ ഇവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഓൺലൈനിലാണ് ഓർഡർ ചെയ്തത്. അന്ന് ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കണം. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെറുതായിട്ട് നമ്മൾ പറഞ്ഞു വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞു. അതിപ്പോൾ തന്നെ ഇങ്ങനെ കിടന്നിട്ടുള്ള ഇരുന്നിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി ഭക്ഷണം കഴിക്കട്ടെ, അതൊരു ശ്രദ്ധിക്കില്ല. എന്നാൽ ഭക്ഷണം സെർവ് ചെയ്യാതെ രണ്ടെണ്ണം ഉണ്ട് സാധനം. രണ്ടെണ്ണം പൊട്ടിക്കണം. വേണ്ട, വീട്ടിൽ കൊണ്ടുപോകണ്ട നാളേക്ക്. ഇല്ല, ഇങ്ങനെ പൊട്ടിക്കാം. ഈശ്വര, നല്ലതാവണേ. വെസ്റ്റ് ബംഗാളത്തെ ബിരിയാണി പോലെ ഇവിടെ എത്തി. കുഴപ്പമില്ല അല്ലേ കണ്ടിട്ട്? അറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ട് ഇതാക്കാൻ. ഞാൻ മറ്റേ ഷെഫ് പിള്ളേന്നല്ല. ഇത് ഇങ്ങനെ കണ്ട് ഇടുക, കുറച്ച് കുറച്ച് ഇടും, ബാക്കി വെച്ചാൽ അതിൻ്റെ പൊട്ടിക്കൽ ശരിയല്ലേ? എക്സ്പീരിയൻസ് ഇല്ല. ഒന്ന് പൊട്ടിച്ചാൽ മതി, പകുതി ബാക്കി കഴിക്കാൻ. എന്നിട്ട് പൊട്ടിച്ചാൽ അതിന് തികയില്ല, സ്ഥലം തികയില്ല. ഇതിന് കുറേ ഉണ്ടായിനി, ക്വാണ്ടിറ്റി കുറേ ഉണ്ട്. ഞാൻ നിങ്ങളെ കണ്ടാലും കണ്ടിട്ടാണ് രണ്ടെണ്ണം ഓർഡർ ചെയ്തത്. രണ്ടാളും ഭക്ഷണം കാണുന്ന നാട്ടിൽ വരുന്ന. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കും. ബംഗാളെ ബിരിയാണി എല്ലാത്തിലും അവരാരും ഇടുന്നു കേട്ടോ. അത് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. നമ്മളെ എന്തെങ്കിലും ഹോട്ടലിന്റെ പേര് കൽപ്പത്തൂരാണ്. കാൽപത്രു അല്ല, കൽപത്രു തന്നെ. അവിടെ നല്ലതാ? മോശമില്ല. പേട്ടനറിയാലേ. അവിടുത്തെ ബിരിയാണി വെച്ചിട്ടാണ് ഇതിന് 2 ദിവസം ഛർദ്ദിച്ചായിരുന്നു ഓർമ്മയുണ്ട്. ഒരു വട്ടം ഞാൻ തന്നിട്ട് ആ ബിരിയാണിയാ പറയുന്നത്. ആണോ? ഞാൻ സ്കൂളിക്ക് വീട്ടിൽ കൊണ്ടുപോകുന്നത്. അതില് പീസ് കിട്ടിയതിന്, പീസ് കിട്ടിയതിന് പീസില്ല. നമുക്ക് മറ്റേ സാമ്പാറാ പീസില്ലെങ്കിൽ നമുക്ക് മറ്റാൻ പൊട്ടിക്കാം. ഈ വീഡിയോ കാണുന്ന ആളുകളെ കരുതുന്നത് ഇവിടെ എങ്ങനെയാണ് ഈ സഹിച്ച് 8ാം മാസത്തിൽ ട്രെയിനിൽ വരുന്നതെന്നാണ്. ഇത് കാണുന്ന ഇവിടുത്തെ എൻജോയ് ചെയ്തിട്ട് വരുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ട്രെയിനിൽ കയറിയത്. അത് വൃത്തിയായിട്ടൊക്കെ അറിയണം, മണം കേട്ടിട്ട് തോന്നുന്നു. എന്നതിൽ ഒഴിക്കാണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് സ്പൂൺ കഴിക്കാതെ. എങ്ങനെയുണ്ടായിരുന്നു കറി? നല്ലത്. കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. കഴിക്കില്ലെന്നാ കൊള്ളാം. 2 ടെസ്റ്റർ കണ്ണാപ്പികൾ ഇറങ്ങിയിട്ട് കഴിക്കില്ലെന്നാ. രസമുണ്ട് ബിരിയാണി. ബിരിയാണി ടേസ്റ്റ് ഉണ്ട്. നമ്മളൊന്നും വാങ്ങിയ ഒരു വൃത്തിയിട്ട ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ യാത്ര ഇന്ന് കഴിയാണ്. നമ്മളിപ്പോൾ അടുത്ത സ്റ്റേഷൻ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ കഴിഞ്ഞിട്ട് അടുത്തത് പാലക്കാടാണ്. പാലക്കാട് വെച്ചാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ആദ്യം ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്രയൊക്കെ സെറ്റായിട്ട് പോരാന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിരിക്കും. രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ലേറ്റാണ് ട്രെയിന്. ഒരു 12 അല്ല ഏട്ടാ, 12 സംതിങ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പാലക്കാട് ഇറങ്ങും. എന്നിട്ട് അടിപൊളി ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇരിക്കട്ടെ. ഞാൻ പറയാനുണ്ട്, ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ 8ാം മാസത്തിൽ ട്രാവൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞായിരുന്നു ഇങ്ങനെ 8ാം മാസത്തിൽ പോവുകയാണ്. അപ്പോൾ ഡോക്ടർ പ്രത്യേകിച്ച് ആദ്യം കുറച്ച് എതിർത്തായിരുന്നെങ്കിലും പിന്നെ പ്രശ്നമായുള്ളതൊന്നും പറഞ്ഞില്ല, ശ്രദ്ധിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അധികം ടൈമൊന്നും ഇരിക്കാതെ ഞങ്ങൾക്ക് ലോവർ ബർത്ത് തന്നെ ആയതുകൊണ്ട് കുറേ നേരം കിടക്കാൻ പറ്റി. അതുപോലെ തന്നെ കുറച്ച് എപ്പോഴും ഇരിക്കാണ്ട് എപ്പോഴും ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ നടക്കുക, അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ നമ്മൾ അതെ, നമ്മൾ ഈ ട്രെയിനിൽ കൊണ്ടുവരുന്ന ഭക്ഷണം ഉണ്ടല്ലോ, ഇവരെന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്, അത് മാക്സിമം ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഓർഡർ ചെയ്യാൻ പറ്റുമല്ലോ, അതായത് നമ്മൾ സീറ്റിലേക്ക് കൊണ്ടുവന്ന് തരുമല്ലോ, അത് കുറച്ചും കൂടി ഹൈജീൻ ഉണ്ട് തോന്നുന്നു അല്ലേ ഏട്ടാ? നല്ല ഫുഡാണ് തോന്നുന്നു. നമുക്ക് നല്ല
ഫുഡായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്യുകയാണെങ്കിൽ പോലും നല്ല ബിരിയാണിയൊക്കെ കിട്ടിയത്. പിന്നെ ഒക്കെ ആവശ്യത്തിന് കഴിക്കുക, അധികം ഫ്രൂട്ട്സ് കയ്യിൽ വയ്ക്കുക. എനിക്ക് പിന്നെ അധികം ഷുഗർ ആയതുകൊണ്ട് ഫ്രൂട്ട്സ് അധികം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഒഴിവാക്കിയത്. പിന്നെ അങ്ങനെ പഴമൊക്കെ കഴിച്ചായിരുന്നു. അതെ, ടോയ്ലറ്റ് പോകുമ്പോൾ, അതായത് യൂറോപ്യൻ ക്ലോസറ്റും സാധാ ക്ലോസറ്റും ഉണ്ടായിരിക്കും. നമുക്ക് ട്രെയിനിലൊക്കെ പോകുമ്പോൾ സാധാ ക്ലോസറ്റാണ് നല്ലതെന്ന് പറയുകയാണെങ്കിലും, പക്ഷേ ഈ പ്രഗ്നൻസി ടൈമിൽ ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് നമ്മൾ ആ പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിന് എടുത്തിട്ട് നമ്മൾ ഈ ടോയ്ലറ്റ് പേപ്പർ ഉണ്ടല്ലോ, അത് കഴിക്കരുത് ചെയ്തായിരുന്നു. നമ്മൾ ആ ടോയ്ലറ്റ് പേപ്പർ വെച്ച് സെറ്റാക്കി അങ്ങനെ നമ്മൾ യൂസ് ചെയ്തായിരുന്നു. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിലും പിന്നെയും കുഴപ്പമില്ല, നമുക്ക് സേഫായിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യാം. അതുപോലെ ഒരു സാനിറ്റൈസർ കയ്യിൽ കരുതുക. ഇത്രയൊക്കെ കാര്യം തന്നെ ഉള്ളൂ. അധികം ടൈം ഇരിക്കാണ്ട് നോക്കുക. നമുക്ക് ലോവർ ബർത്തൊക്കെ ആണെങ്കിൽ, ഇനിയിപ്പോൾ ലോവർ ബർത്ത് അല്ലെങ്കിൽ കൂടെ ഒരു പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ കുറച്ച് സാനിറ്ററി പാഡും കയ്യിൽ വയ്ക്കുക, അത് നല്ലതായിരിക്കും. അതെ, ഭക്ഷണം ഫുഡ് പോയ്സൺ ഒന്ന് മാക്സിമം അടിക്കാണ്ട് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരുന്ന ആ സിസ്റ്റം നല്ലതാണ്. ഇവിടുത്തെ ഫുഡ് വാങ്ങാണ്ടിരിക്കുക. അതെ, കുറച്ച് ടൈം ഇരിക്കുക. അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതൊക്കെ തന്നെ നല്ല കാര്യങ്ങളായിട്ട് പറയാനുള്ളൂ. പ്രശ്നമൊന്നുമില്ല, ഡോക്ടർ കുഴപ്പമില്ല. ഇപ്പോൾ ചിലവർക്കൊക്കെ ട്രാവലൊന്നും ചെയ്യാൻ പറ്റാത്ത പ്രഗ്നൻസി ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ളവർ മാക്സിമം ഒഴിവാക്കുക തന്നെ ആയിരിക്കും നല്ലത്. എൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര റിസ്ക് എടുത്തിട്ട് പോകുന്നത്. പേടിയായിരുന്നു, കാരണം ഒരു വട്ടം എനിക്ക് രാത്രി ഭയങ്കര വയറുവേദന ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്ന ഫുഡിൻ്റെ എന്തെങ്കിലും പ്രശ്നം. പിന്നെ ഞങ്ങൾ ഒരു ദിവസം കുറച്ച് വൈകി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടുപേരും കിടന്നിറങ്ങിപ്പോയി. കറക്റ്റ് ടൈമിൽ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇവന്മാരൊരു ശല്യം മാത്രമേ ഉള്ളൂ, ഈ ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അതെ, ഞങ്ങളിവിടെ നിന്ന് ചായ അങ്ങനെ കുടിക്കലില്ല. ഞങ്ങൾ പുറത്ത് വല്ല സ്റ്റേഷനിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കുടിക്കലുള്ളൂ. ഇവന്മാരെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കി വിടാൻ നോക്കുക, അത്ര തന്നെ ഉള്ളൂ. അതുപോലെ ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കുക, മലർന്ന് കിടക്കാണ്ടിരിക്കുക. അതെ, ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ നേരം കിടന്നാലും ബുദ്ധിമുട്ടാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് പോരുകയാണെങ്കിൽ നമുക്ക് സെറ്റായിട്ട് പോരാൻ പറ്റും. അതെ, ഇപ്പോൾ ഞങ്ങൾ 10-ാം തീയതി വൈകുന്നേരം 3:20 ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് 12-ാം തീയതി ഉച്ചയ്ക്ക് ആകുമ്പോൾ പാലക്കാട് എത്തുകയും ചെയ്യും. അതെ, അതിൻ്റെ ഇടയിൽ ഒരു ട്രെയിൻ മാറി കയറി. അതുപോലെ ഞങ്ങളൊരു സ്റ്റേഷനിൽ നിന്ന് വേറെ സ്റ്റേഷനിലേക്ക് കാറ് വിളിച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ റിസ്ക്കൊക്കെ നേരെ സെറ്റാക്കി പോവുകയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ 7-ാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്ര പാടില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ ഹെൽത്തിൻ്റെ കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡോക്ടർ പറയുകയാണെങ്കിൽ ഒന്നും നമ്മളുടെ കയ്യിലല്ല കേട്ടോ, ഡോക്ടറിനോട് ചോദിച്ചിട്ടൊക്കെ സെറ്റാക്കിയിട്ട് വേണം പോരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓക്കെ ആണെന്ന് നമ്മൾ പറയുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷനെല്ലാം നമ്മൾ നോക്കുന്ന ഡോക്ടർക്കേ അറിയാം. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കണം. നമ്മളിങ്ങനെ പോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ അവർ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പോരാം. പിന്നെ ബാക്കിയൊക്കെ നമ്മളുടെ കയ്യിലാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. അതെ, കോയമ്പത്തൂർ കഴിഞ്ഞിട്ട് പാലക്കാട് നമ്മൾ ഇറങ്ങും. എന്നിട്ട് വേണം ബിരിയാണി കഴിക്കാൻ. അങ്ങനെ കുറേ പ്ലാൻ ഉണ്ട്. ഇരുന്ന് മടുത്തുണ്ട് ഒരാള്. എന്താ എക്സിഗോന്റെ സൈറ്റ് കയറി നോക്കി സൈറ്റ് ഹാങ് ആയി തോന്നും. പാലക്കാട് എത്തിയിട്ട് വേണം അനിയന് വരും കാർ എടുത്തിട്ട് അതിൽ കയറിയിട്ട് വേണം ഞാൻ നാട്ടിൽ പോകാൻ. കാർ ആരെയും ഓടിക്കുന്നു. അവിടെ നോക്കി ഇരിക്കുകയാണ് ഇവിടെ ഒരാള്. അതിൻ്റെ ഇടയിൽ വെള്ളം കുടിച്ച് അത് തീർത്തോ? ഇത് ട്രെയിനിൽ അമ്മച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് വാങ്ങിയതാണ്. കുറെ കാലത്തിന് ശേഷം ഞങ്ങളവിടെ നായതിനോടൊക്കെ കണ്ണിമാങ്ങേണ്ട ടൈമായിരുന്നു. ഞങ്ങൾ പോന്നപ്പോഴാണ് വലുതാൻ തുടങ്ങിയത്. നമുക്ക് കഴിക്കാം. വേണോ? നല്ലതാ.
ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വയറൊന്നുമില്ല എനിക്ക്. ഞാൻ ഇപ്പൊ ഒരു റീൽ ഇട്ടിട്ടേ ഉള്ളൂ, നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് ഇട്ട റീലാണ് ഞാനും ബേബി ഹെൽത്തിയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് ഇത് എത്ര 8-ാം മാസം 9-ാം മാസം ഒക്കെ ആയോ? ഇത് അമ്മയ്ക്കും കുട്ടിക്കും ഇല്ലാത്ത പ്രശ്നമാണല്ലോ ബാക്കിയുള്ളവർക്കും. അതുപോലെ അപ്പുറത്തിരിക്കുന്ന ചേച്ചി എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ വാളായിരുന്നു ഇടാത്ത്, അതുപോലെ എന്താ സിന്ദൂരം ഇടാത്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഇടണം പറയുന്നുണ്ട്. എനിക്കതൊന്നും ഇഷ്ടമല്ല, ചില സമയത്ത് മാത്രമേ ഇടലുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കാട്ടി. ഇതാണ് ആ ചോദിച്ച ചേച്ചി. ചേച്ചീനെ കാണിക്കും. അവര് മറ്റേ പൈനാപ്പിൾ കംപ്ലീറ്റ് ആക്കിയിട്ട് വരും. അപ്പോൾ ഞങ്ങളങ്ങനെ പാലക്കാട് എത്തി, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ലായിരുന്നു. 12:30 ആയി. 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു, എന്നാലും സേഫായിട്ട് എത്തി, പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ അനിയനും കൂട്ടുകാരനും വന്നിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിൽ ഫോട്ടോ വെട്ടുന്നത്, കാരണം 12:30 ഭക്ഷണം കഴിക്കാനുള്ള സമയമായി അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.